ഇസ്രായേലിന്റെ ഗാസയിലെ കൂട്ടക്കുരുതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇടുക്കി ജില്ലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ പ്രസിഡന്റ് KS സുബൈർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. സജി നെല്ലാനിക്കാട്ട്, PB ദിലീപ്, MK ജനാർദ്ദനൻ, ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. 1948 മുമ്പ് ഇസ്രായേൽ എന്ന ഒരു രാജ്യം ലോകത്ത് ഇല്ല എന്നുള്ള വസ്തുത നാം തിരിച്ചറിയണം. 1948 ശേഷം ബ്രിട്ടനും അമേരിക്കയും ചേർന്ന് ഫലസ്തീൻ എന്ന പരമസ്വതന്ത്രമായ ഒരു രാജ്യത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ജൂതന്മാരെ ചാർട്ടേഡ് വിമാനത്തിൽ ഫലസ്തീനിലെ മണ്ണിൽ ഇറക്കുകയും അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും പട്ടാളത്തിന്റെയും അവരുടെ ആയുധങ്ങളുടെയും പിൻബലത്തിൽ ലോകത്ത് 1948 നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. 1948 ഏതാനും ആളുകൾ ചേർന്നുകൊണ്ട് രൂപം കൊടുത്ത ഈ ഇസ്രായേൽ എന്ന രാജ്യം 1967 ഫലസ്തീനിന്റെ നല്ലൊരു ശതമാനം മണ്ണും ആക്രമിച്ച് കീഴടക്കി എന്നുള്ള വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് ഫലസ്തീനിലെ ജനങ്ങൾ 1,06,00,000 വരുന്ന ഫലസ്തീൻ ജനതയിൽ 67% അന്യരാജ്യങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്നു എന്നുള്ള വസ്തുതയും ഈ തരത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, കേവലം 30 ലക്ഷത്തിൽ താഴെ ജനത മാത്രമാണ് ഇന്ന് ഫലസ്തീനിലുള്ളത്. 1967 7 ലക്ഷം ജൂതന്മാരെയാണ് ഫലസ്തീനിൽ കുടിയിരുത്തിയത്. ഓരോ വർഷവും ഓരോ ദശവർഷം കഴിയുമ്പോഴേക്കും പല പല രാജ്യങ്ങളിൽ നിന്നും ജൂതന്മാർ ഫലസ്തീനിൽ വന്ന് താമസിക്കുന്നു. ഇസ്രായേൽ യുദ്ധഭീകരതയ്ക്കെതിരെ SDPI തൊടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ഇസ്രായേൽ നരനായട്ടിനെതിരെ ഇന്ത്യ പ്രതികരിക്കണമെന്നും SDPI ആവശ്യപ്പെട്ടു. പ്രകടനത്തിന് MS സുബൈർ, ഇബ്രാഹിം മുസ്തഫ, ഹംസ വെളിയത്ത്, ഷമീർ, മജീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജവഹർ ബാലജനവേദിയിലെ കുട്ടികൾ തൊടുപുഴ ടൗണിൽ യുദ്ധവിരുദ്ധ പ്രകടനം നടത്തി. ജില്ലാ ചെയർമാൻ KV ബാബു, ജില്ലാ രക്ഷാധികാരി പൗലോസ് മാവറ, കുട്ടികളുടെ പ്രസിഡന്റ് ശരത് ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. Yeah.